കാലത്ത് ആചരിച്ചു തുടങ്ങിയത്. മലയാളമാണ് എന്റെ ഭാഷ. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. മലയാള ഭാഷയുടെ മഹത്വം വിളിച്ചോതുന്ന MTയുടെ ഈ ഭാഷാ പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോക മാതൃഭാഷാ ദിനാശംസകൾ. നമ്മുടെ രാജ്യത്തോടുള്ള ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്നതിനാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. പ്രതിജ്ഞ പറയാനെത്തുന്നു നിഹാൽ സർ. School, attention, get ready for the pledge. Pledge position, begin the pledge. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ആശയങ്ങൾക്ക് നമ്മുടെ മനസ്സിന് ഉണർവേകാനും നല്ല ചിന്തകൾക്ക് വഴിയൊരുക്കുവാനും സാധിക്കുന്നു. ഇന്നത്തെ ചിന്താ വിഷയമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു ഇവ. നമസ്കാരം. ഇന്നത്തെ ചിന്താ വിഷയം വീട് പോകുന്നത് ഒരു തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഞാൻ എന്റെ ചിന്താ വിഷയം ഒന്നും കൂടെ ആവർത്തിക്കുന്നു. വീട് പോകുന്നത് ഒരു തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. നന്ദി. പദങ്ങൾ അറിവിന്റെ കലവറയാണ്. ഇന്നത്തെ പുതിയ പദം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എത്തുന്നു ഋഷഭ്, ദിവ, അനഘ, അമ്ര. ഇന്നത്തെ പുതിയ പദം അഭിവൃദ്ധി. അർത്ഥം വിജയിക്കുക. മീനിങ് ഇൻ ഇംഗ്ലീഷ് പ്രോസ്പെരിറ്റി. ഹിന്ദിയിൽ സമൃദ്ധി. വാക്യം അഭിവൃദ്ധി പ്രാപിച്ച ബിസിനസ് പുതിയ വിപണികളിലേക്ക് വ്യാപിച്ചു. നന്ദി. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് വാർത്തകളാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാനുവലും കൈലാസും. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദേശീയ വാർത്തകൾ. BJP സർക്കാർ അധികാരമേറ്റു. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ BJP സർക്കാർ. രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ കൂട്ടി. അന്താരാഷ്ട്ര വാർത്തകൾ. വോൾഡിമർ സെലൻസ്കിയെ വിമർശിച്ച് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്വച്ഛാധിപതിയെന്ന് ട്രംപ് വിമർശിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ. സംസ്ഥാന വാർത്തകൾ. ഹാഫ് ടൈസർ ധരിച്ചില്ല. +1 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് +2